വാരണസിയിലെ ഘാട്ടുകളിൽ നമുക്ക് കഞ്ചാവിൻ്റെ ലഹരി നുരയുന്ന ഇതേപോലത്തെ ഒരുപാട് നാഗസന്യാസിമാരെ കാണാൻ കഴിയും. ഞാൻ എൻ്റെ ബോട്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഘാട്ടുകളിലെല്ലാം ഇതേപോലെ സന്യാസിമാരെയും അവരുടെ ജീവിതവും ഒക്കെ മനസ്സിലാക്കി ഇങ്ങനെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്ത് നടന്നും നീങ്ങി. ശിവരാത്രി അടുത്തതിനാൽ തന്നെ നല്ല തിരക്കാണ്. അതുകൊണ്ട് അധിക സമയം ഞാൻ നിൽക്കാതെ വേഗം തന്നെ എൻ്റെ മഠത്തിലേക്ക് പോയി. പിറ്റത്തെ ദിവസം രാവിലെ, അതായത് ഇന്ന് ശിവരാത്രിയാണ്. ശിവരാത്രി ദിവസം സാധുക്കളെല്ലാവരും മഹാദേവനെ, കാശി വിശ്വനാഥനെ കാണാൻ വേണ്ടിയിട്ട് വരിവരിയായി ഓരോ മഠത്തിലുള്ള ആളുകളായി ഓരോ സന്യാസി സമൂഹങ്ങൾ ഇങ്ങനെ ഘോഷയാത്രയായി മഹാദേവനെ പൂജിച്ചുകൊണ്ട് ഭജിച്ചുകൊണ്ട് ഇതേപോലെ റോഡിൽ വരിവരിയായി കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന രംഗമാണ് ഞാൻ എൻ്റെ മഠത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ കാണുന്നത്. അതൊക്കെ കണ്ട് ആ സ്വാമിമാരെയൊക്കെ കണ്ട് ആസ്വദിച്ച് ആ ഒരു ഭക്തിയുടെ നിറവിൽ ഞാൻ ഇങ്ങനെ നിന്നു. നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാശി വാരാണസിയിലാണ്. കണ്ടില്ലേ, ഒരുപാട് സന്യാസിമാർ അവരവരുടെ ശിഷ്ടകാലം മഹാദേവനെ ഭജിച്ചുകൊണ്ട് ഒരുപാട് സന്യാസി സമൂഹങ്ങളിൽ അവരുടെ ആശ്രമങ്ങളിൽ ഇവിടെ ജീവിച്ചു പോരുന്നു. അവരെല്ലാവരും ശിവരാത്രി ദിവസം മഹാദേവനെ പൂജിക്കുവാൻ വേണ്ടി പുറത്തേക്ക് വരുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്യാസി സമൂഹങ്ങൾ പലതരത്തിലുണ്ടെങ്കിലും വസ്ത്രങ്ങൾ ഉടുക്കാതെ ഇങ്ങനെ നടന്നു നീങ്ങുന്ന സന്യാസിമാരാണ് നാഗ സാധുക്കൾ, നാഗബാബമാർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അവർ ശസ്ത്ര കായിക അഭ്യാസങ്ങളിലും നൈപുണ്യം ഉള്ളവരാണ്. ശിവരാത്രി ദിവസം വരുന്ന സന്യാസിമാരെ കാണുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഭക്തിയും പാട്ടും ശിവനാമവുമായി കാശിയുടെ ഓരോ തെരുവുകളിലും ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. അവർക്ക് നടുവിൽ ഞാനും ഇതാ കണ്ടില്ലേ, ശിവരാത്രി ദിവസം ആദ്യമായി കാശിയിലെത്തിയ സന്തോഷത്തിൽ ഞാനും എൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. കാശി വിശ്വനാഥ അമ്പലത്തിലെ ഈ സന്യാസിമാരൊക്കെ പോയിട്ട് അവരുടെ കൈ കൊണ്ട് തന്നെ മഹാദേവൻ്റെ ശിവലിംഗത്തിൽ അവർ അർച്ചനകൾ നടത്തുന്നതാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെയുള്ള സ്ക്രീനുകളിൽ, ഇവിടുത്തെ തെരുവുകളിലുള്ള സ്ക്രീനുകളിൽ നമുക്കത് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, എന്ത് മനോഹരമായ തെരുവ് വീഥികളാണ് കാശിയുടേത്. നല്ല ഭംഗിയുള്ള തെരുവ് വീഥികളാണ് കാശിയെ പ്രത്യേക ഒരു അനുഭൂതി ഉള്ളതാക്കി മാറ്റുന്നതിൽ ഒന്ന്. ഇവിടുത്തെ പോലീസുകാർ ശിവരാത്രി ദിവസം വരുന്ന ഭക്തജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. അവർ ഈ തിക്കും തിരക്കും ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളെ ഓരോ സൈഡുകളിലേക്ക് മാറ്റി നിർത്തുവാനും അവിടുത്തെ സന്യാസിമാരെ സേഫാക്കി അവരുടെ പൂജകൾ നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഞങ്ങളെ എല്ലാവരെയും ഓരോ സൈഡുകളിലേക്ക് മാറ്റി അവർ നിർത്തി. കണ്ടില്ലേ, സന്യാസിമാർ പൂജ കഴിഞ്ഞ് ശിവലിംഗത്തിൽ പൂജ ചെയ്ത് കാശി വിശ്വനാഥനെ കണ്ടു മടങ്ങുമ്പോൾ അവിടെ ഒരുപാട് മീഡിയകൾ അവരെ കണ്ട് അവരുടെ ഒപ്പീനിയൻ എടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപാട് സന്യാസി മഠങ്ങളിലുള്ള സന്യാസിമാർ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വന്നു പോകുന്നത് നമുക്ക് ഇങ്ങനെ ലൈനുകളിൽ നിന്ന് കണ്ട് ആസ്വദിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഹര ഹര മഹാദേവ്, ഭോലേനാഥ്, ജയ് ഭോലേനാഥ് എന്നിങ്ങനെയുള്ള ശിവമന്ത്രങ്ങളും ഒക്കെ ഉരുവിട്ട് അവരിങ്ങനെ നമ്മളുടെ മുന്നിലേക്കൂടി നടന്നു നീങ്ങുകയാണ്. അതിൻ്റെ ഫോട്ടോകളൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമുള്ള നിരവധിയായ വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും അവരുടെ ക്യാമറ കണ്ണുകളുമായി ഇങ്ങനെ കണ്ടില്ലേ, മുന്നോട്ടും പിന്നോട്ടും നിന്ന് ഫോട്ടോകൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു. കാശിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ശിവരാത്രി ദിവസം എന്നത്. ഈ ദിവസം നമുക്ക് ഒരുപാട് സന്യാസിമാരെ ഇതേപോലെ ശിവലിംഗത്തിലേക്ക് അർച്ചന ചെയ്യാൻ വേണ്ടി വരുന്ന വഴിയിൽ കാണുവാൻ സാധിക്കും. ഇത് കാണുവാൻ വേണ്ടി മാത്രം നമ്മളുടെ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഭക്തജനങ്ങൾ ഇവിടെ തടിച്ചുകൂടുന്നു.
ശിവരാത്രി ദിവസം കാശിയിലെ തെരുവ് വീഥികൾ മൊത്തം ഭക്തി നിർഭരമാണ്. ഓം നമഃശിവായ എന്ന മന്ത്രമാണ് അവിടെ എങ്ങും. സന്യാസിമാരിലെ സ്ത്രീ സാന്നിധ്യവും നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ കഠിനമായ ജീവിതമായിരിക്കും സ്ത്രീകൾക്ക് ഈ സന്യാസ സമൂഹത്തിൽ ആശ്രമങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. നല്ല കൂളിംഗ് ഗ്ലാസും ഗതയെല്ലാം എടുത്തിട്ടുള്ള സന്യാസിമാരെയൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. ഒരു തമാശ എന്നുള്ള രൂപേണയെ കൂടെ നമുക്ക് ചിലരുടെയൊക്കെ ഗോഷ്ഠികൾ കണ്ട് രസിക്കാവുന്നതുമാണ്. ഈ ബാബകളൊക്കെ ശിവലിംഗത്തിൽ പൂജയൊക്കെ കഴിഞ്ഞ് ഈ കൊണ്ടുവരുന്ന മാലകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഭക്തജനങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ആ മാലകളുടെ പൊട്ടിച്ചെറിയുന്ന ആ പൂവുകൾ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ വരിവരിയായി നിൽക്കുന്ന ജനങ്ങളൊക്കെ അടിപിടി കൂടുന്നതും നമുക്ക് കാണാൻ ഇവിടെ സാധിക്കും. കണ്ടില്ലേ, വിദേശികളായിട്ടുള്ള വനിതകളും ഇപ്പം നമ്മുടെ സന്യാസി സമൂഹത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ശിവരാത്രി ദിവസം സമയം വൈകുന്നതിനനുസരിച്ച് നമ്മളുടെ ഭക്തിയും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കാശിയിലെ ഓരോ സ്ട്രീറ്റുകളിലും ശിവമന്ത്രം മാത്രമാണിപ്പോൾ. ആ ഒരു ഭക്തിയുടെ നിറവിൽ നമ്മളെല്ലാവരും ലയിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? ശിവരാത്രി ദിവസം കാശിയിലെ തെരുവുകളിലൂടെ ഇതേപോലത്തെ രഥങ്ങളിൽ ഭഗവാന്റെ വിഗ്രഹവുമായിട്ട് ഒരുപാട് പ്രദക്ഷിണങ്ങളുണ്ടാവും. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ വൻ ഭക്തജന തിരക്കും അവിടെ ഉണ്ടാവും. ഞാൻ എന്തായാലും ഈ സമയത്തേക്ക് മഹാദേവനെ ദർശിക്കുവാനുള്ള ക്യൂവിലേക്ക് ഞാൻ പോയി നിന്നു. കാരണം എനിക്കറിയാമായിരുന്നു ശിവരാത്രി ദിവസം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് കടക്കണമെങ്കിൽ മിനിമം ഒരു 6 മണിക്കൂർ എങ്കിലും നമ്മൾ ആ ഒരു ക്യൂവിൽ നിൽക്കേണ്ടി വരുമെന്നത്. ഞാനങ്ങനെ ലൈനിലാണ് ഇപ്പോൾ ഉള്ളത്. കാശി വിശ്വനാഥ സ്വാമി ദർശനത്തിന് വേണ്ടി ശിവരാത്രി ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ലൈനിൽ ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ പുറത്തു നിന്നൊക്കെ ഇങ്ങനെ കയറി ഉന്തും തള്ളും ഒക്കെ ആയിട്ട് നുഴഞ്ഞു കയറാനുള്ള ചാൻസൊക്കെ ഉണ്ട്. നുഴഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ 6 മണിക്കൂറോ 7 മണിക്കൂറോ അതിൽ കൂടുതലോ ഒക്കെ ആവാം. അതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വരുന്നതും കൊച്ചുകുട്ടികളും ഒക്കെ ആയിട്ട് വരാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വാരാണസി ബനാറസിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സാരികൾ, അതായത് ഒരു 500 രൂപ മുതൽക്ക് ഉള്ള വിലയുള്ള നല്ല ബനാറസ് പട്ടുകൾ, ബനാറസ് ഡിസൈനിലുള്ള ഒരുപാട് പട്ടുസാരികൾ, പ്യുവറായിട്ടുള്ള സിൽക്ക് സാരികൾ മുതൽ സിന്തറ്റിക് മിക്സിംഗ് ഉള്ള സാരികളടക്കം എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. മിനിമം പ്രൈസ് വരുന്നത് ഒരു 500 രൂപയൊക്കെയാണ്. അതുമുതലുള്ള നല്ല സാരികളൊക്കെ ഇവിടെയുണ്ട്. കണ്ടില്ലേ, സന്യാസിമാരൊക്കെ അവിടെ ഇങ്ങനെ നിന്നിട്ട് ജനങ്ങളോട് ജയ് ഭോലേനാഥ്, ഹര ഹര ശംഭോ എന്നിങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ ജപിച്ച് അവരോടുകൂടി ജീവിക്കാൻ വേണ്ടി പറയുന്നു. ഇങ്ങനെ മൊത്തം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെയുള്ള ആ ഒരു കുറച്ച് നിമിഷമാണ് നമുക്ക് ശിവരാത്രി ദിവസം കാശിയിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയുക. മൊത്തം ഭക്തിയായിരിക്കും, എങ്ങും ശിവമന്ത്രം മാത്രം.
ഞാനിപ്പോൾ ലൈൻ നിൽക്കാൻ തുടങ്ങിയിട്ട് തന്നെ 2-3 മണിക്കൂറുകളായി. ഞാൻ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കുകയാണ്, ഇത്രത്തോളം സ്വാമിമാർ ഈ കാശിയുടെ ചുറ്റുമുള്ള ആശ്രമങ്ങളിലുണ്ടോ എന്ന്. എനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. കാരണം എത്രമാത്രം ആളുകളാണ് ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നത് നമ്മുടെ കണ്ണു മുന്നിലൂടെ. അപ്പോൾ അത്രത്തോളം നമ്പർ ഓഫ് സാധുസാണ് ഇവിടെ ഉള്ളത്, പല ആശ്രമങ്ങളിലുമായിട്ട്. അതിൽ നാഗബാബകളും അങ്ങനെ ഒരുപാട് ബാബകളുണ്ട്, പലതരത്തിലുള്ള സന്യാസി സമൂഹം. ഇതിൽ അഘോരി ബാബകൾ മാത്രം ഞാൻ കണ്ടില്ല. അഘോരി ബാബകൾ ഇങ്ങനെ ദർശനത്തിന് വരുന്നതായിട്ട് ഞാൻ കണ്ടതേയില്ല. ശരീരമാസകലം ഭസ്മം പൂശി ഈ നടന്നു നീങ്ങുന്നത്, വസ്ത്രങ്ങളൊന്നും ഇടാതെ. ചിലവർ കോണകം ഇട്ടിട്ടുണ്ടാവും, ചിലവർ അതും ഇട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ പോകുന്ന ആളുകളാണ് നാഗസന്യാസിമാർ. ഞാനിപ്പോൾ ലൈനിൽ ഇങ്ങനെ ക്യൂവിൽ കാശി വിശ്വനാഥ ദർശനത്തിന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി കേട്ടോ. എൻ്റെ ലൈനൊന്നും മൂവ് ചെയ്യുന്ന പോലുമില്ല. കാരണം ഇങ്ങനെ സന്യാസിമാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും തന്നെ ദർശിച്ച് മടങ്ങിയതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ സാധാരണക്കാരുടെ ലൈൻ മൂവ് ആവുകയുള്ളൂ, അവരെ കടത്തിവിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടി ഞങ്ങളിങ്ങനെ നിന്നു. പക്ഷേ ഇവിടുത്തെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നമുക്ക് സമയം പോകുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. ഏകദേശം 9 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ലഭിച്ചത്. മഹാദേവനെ കാണുവാൻ സാധിച്ചത് വളരെ പരിമിതമായ സമയം മാത്രം. അപ്പോഴേക്കും നമ്മളെ പോലീസുകാർ അവിടെ നിന്ന് നീക്കിയിരിക്കും. VIP-കൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ദർശനമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, പോലീസുകാരെയൊക്കെ അറിയുന്ന ആളുകൾ, അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കോണ്ടാക്റ്റുള്ള ആളുകളൊക്കെ നുഴഞ്ഞു കയറി പോകുന്നത് കൊണ്ടാണ് ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാർ അത്രയും നേരം അവിടെ നിൽക്കേണ്ടി വന്നത്. കാശി വിശ്വനാഥനെ ദർശിച്ചതിന് ശേഷം ഞാൻ നേരെ വന്നത് നാഗബാബമാരും അഘോരി ബാബമാരും ഒക്കെ രഹസ്യ പൂജകളും മറ്റുമൊക്കെ ചെയ്യുന്ന ഹരിചന്ദ്രഘട്ടിലേക്കാണ്. അവരിന്നത്തെ ദിവസം, ശിവരാത്രി ദിവസം, ചില രഹസ്യ പൂജകളും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിവ് ലഭിച്ചിരുന്നു. കണ്ടില്ലേ, ചിതകളിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലർ അലമുറയിട്ട് കരയുന്നു. കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ.